സാമുദായിക ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാർ നിർമ്മിച്ച കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തെ ന്യായീകരിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള സ്റ്റോറി സിനിമയല്ല, യാഥാർത്ഥ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തോന്നു നോക്കൂ, ഞാനൊരു കാര്യം പറട്ടെ. ഈ ലവ് ജിഹാദ് ഒരു ഫിക്ഷൻ ഒന്നുമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. അല്ല, അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല ഒരു പിക്ചർ ഉണ്ടാക്കാൻ. ഇപ്പോൾ സ്വാതി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്വാതി, കേരളത്തെ അവഹേളിക്കാൻ ലക്ഷ്യമിട്ട് ആദ്യം ഒരു സിനിമ ഇറക്കുന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ മറ്റൊരു സിനിമ കൂടി വരികയാണ്. വളരെ കൃത്യമായി RSSൻ്റെ ആ ഒരു വർഗീയ ധ്രുവീകരണ അജണ്ട ഉൾക്കൊള്ളിച്ച ഈ സിനിമ കേരളീയ മതസൗഹാർദ്ദത്തെയും അതുമാത്രവുമല്ല നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തും പുറത്തും ഒരുപോലെ നാണം കെടുത്തുന്ന തരത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതി. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ആദ്യ ഭാഗം തന്നെ പുറത്തിറങ്ങിയപ്പോൾ കടുത്ത വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. രണ്ടാം ഭാഗം വരുമ്പോഴും അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഈ സിനിമയെ നോക്കിക്കാണേണ്ടത്. കൃത്യമായ സംഘപരിവാർ RSS അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു മതേതര പാരമ്പര്യമുണ്ട്, ഒരു മതനിരപേക്ഷ പാരമ്പര്യമുണ്ട്, ജനാധിപത്യ സ്വഭാവമുണ്ട്. എല്ലാ രംഗങ്ങളിലും കേരളം ഒന്നാമതായി നിൽക്കുന്ന സാഹചര്യത്തിൽ ലോകത്ത് തന്നെ മാതൃകയായി വിവിധ മേഖലകൾ പരിശോധിച്ചാൽ വലിയ നേട്ടങ്ങൾ, വികസന സൂചികകൾ, അതോടൊപ്പം വിദ്യാഭ്യാസ രംഗം തുടങ്ങിയ എല്ലാ രംഗത്തും കേരളം ഒന്നാമത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായ സാമുദായിക ഭിന്നിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഈ സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള സിനിമ എന്ന നിലയിൽ കൂടിയാണ് ഇതിനെ പരിഗണിക്കേണ്ടത്. മാത്രമല്ല, ഈ സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അതിപ്രസരം, അതായത് വർഗീയതയുടെ അതിപ്രസരമുള്ള രംഗങ്ങൾ, ഭാഷകൾ, അതിൻ്റെ വാചകങ്ങൾ ഒക്കെ തന്നെയും സംഭാഷണങ്ങളൊക്കെ തന്നെയും അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. സംഘപരിവാർ എന്താണോ ഉദ്ദേശിക്കുന്നത്, കേരളത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കുവാൻ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ സെൻസർ ബോർഡ് ഏത് തരത്തിലാണ് ഓരോ സിനിമകളിലും ഇടപെടുന്നത് എന്നുള്ളത് കൃത്യമായ വിശദീകരണങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാട് സിനിമകളുണ്ട്. ഈ എമ്പുരാൻ അടക്കമുള്ള സിനിമകളിൽ ഏത് തരത്തിലാണ് സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഇടപെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ സെൻസർ ബോർഡ് ഏത് തരത്തിലാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിച്ചു പോകണം. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിരോധം കേരള ജനത തീർക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. കേന്ദ്രത്തിൻ്റെയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയും അജണ്ട കേരളത്തിൽ നടപ്പിലാകില്ല, അല്ലെങ്കിൽ എന്താണ് കേരളം, റിയൽ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിനെ ഇകഴ്ത്തി കാണിക്കുവാനും സാമുദായിക ഭിന്നിപ്പുണ്ടാക്കാനും നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെയും പരാജയപ്പെടുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയായിരിക്കും കേരള ജനതയും അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ചില ട്രോളുകളൊക്കെ ഉയരുന്നത് ബീഫ് മുമ്പിൽ കൊണ്ടുവച്ചാൽ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഇനിയും കൊണ്ടുവച്ചോളൂ എന്ന തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ള ട്രോളുകളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും കേരളം ഈ വിഷയത്തെ ഇങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഒരു തരത്തിലുള്ള ഭിന്നിപ്പിനും ഒരു സിനിമയിലൂടെ ഇത്തരം കേരളത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെതിരെ വലിയ പ്രതിരോധ കോട്ട കിട്ടും എന്നുള്ളത് തന്നെയാണ് കേരള ജനത മുന്നോട്ട് വെക്കുന്ന സന്ദേശം. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു ഹർജി കൂടി ഹൈക്കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ സെൻസർ ബോർഡിന് ഇതിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇത് കൂടുതൽ ചർച്ചാ വിഷയമായി തന്നെ നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. ഷമ്മി. സ്വാതി, നമുക്കറിയാം ഇപ്പോൾ വിജയിൻ്റെ സിനിമ, അതുപോലെ തന്നെ എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ, അതൊക്കെ ഈ സെൻസർ ബോർഡ് ഇങ്ങനെ വെട്ടിക്കീറി എത്രയോ തവണ സെൻസറിങ് നടത്തി ആ സിനിമയുടെ ആത്മാവിനെ അടക്കം നശിപ്പിച്ചാണ് ഈ സിനിമയൊക്കെ പ്രദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതുപോലെ മനുഷ്യനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരു സിനിമയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അതിൽ നിന്ന് ഒരു ഡയലോഗ് പോലും മാറ്റേണ്ടതില്ല, അതിൽ നിന്ന് ഒരു സീൻ പോലും വെട്ടിക്കുറയ്ക്കേണ്ടതില്ല. ആ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പോകുന്നത്.
ഷമ്മി, കുറേ നാളുകളായി ഈ സിനിമ മാത്രമല്ല മറ്റേത് തരത്തിലുള്ള ക്രിയേറ്റീവ് കണ്ടന്റ് വന്നു കഴിഞ്ഞാലും അതിനെതിരെ സെൻസർ ബോർഡ് എടുക്കുന്ന ചില ഇരട്ടത്താപ്പ് നയമുണ്ട്. അത് കേന്ദ്ര സർക്കാരിനോട് യോജിച്ചു നിൽക്കുന്ന തരത്തിൽ എമ്പുരാൻ സിനിമ വന്നപ്പോൾ അതിലെ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ അതെല്ലാം ഈ കേരളത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങൾ കൂടുതലായി അതിൽ തിരികെ കയറ്റുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബീഫ് നിർബന്ധിച്ച്, ഒരു മലയാളി പെൺകുട്ടിയെ കൊണ്ട് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗമാണ് ഈ ട്രെയിലർ പുറത്തു വന്ന ഉടനെ തന്നെ ശ്രദ്ധേയമായത്. ഈ വിഷയത്തിൽ എവിടെയാണ്, ഈ കേരളത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യവും ഭക്ഷണ സ്വാതന്ത്ര്യവും ഒക്കെയും മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെയും അപേക്ഷിച്ച് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെന്നും വസ്ത്രം ധരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. അവനവൻ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിനെയാണ് ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുവാൻ അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലേക്ക് ഒരു സിനിമ പോകുന്നത്. മാത്രമല്ല, ഇത് കേരളത്തെ അപമാനിക്കുക മാത്രമല്ല, ഇന്ത്യയെ മൊത്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെയും മതേതരത്വത്തെയും ഒക്കെയും നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഈ വർഗീയതയുടെ അതിപ്രസരമാണ് ഈ ട്രെയിലറിലുടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. ഓരോ സംഭാഷണങ്ങൾ, രംഗങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളവുമായി യാതൊരു സാമ്യവുമില്ലാത്ത, എല്ലാം കെട്ടിച്ചമച്ച് അവരുടെ കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പുറത്തിറക്കിയ ഒരു സിനിമ എന്ന നിലയിലാണ്. എന്നാൽ ഈ സംവിധായകൻ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട്. അത് സാധാരണ ജനങ്ങളോടൊപ്പം ചർച്ച ചെയ്തിട്ട് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇങ്ങനെ പുറത്തിറക്കിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ളൊരു ശ്രമം സംവിധായകൻ നടത്തുന്നുണ്ട്. ശരിയായിരിക്കും, മറ്റു സംസ്ഥാനങ്ങളിൽ സംബന്ധിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഏതെല്ലാം തരത്തിലാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ മതവിശ്വാസം സംബന്ധിച്ചൊക്കെയും കൃത്യമായി തീരുമാനിക്കുന്നത് BJP സംസ്ഥാനങ്ങളിൽ RSSും സംഘപരിവാറുമായിരിക്കാം. പക്ഷേ കേരളത്തിൽ അതിനൊരു തരത്തിലുള്ള അങ്ങനെ ഒന്ന് കടന്നു കയറാൻ പോലും പറ്റാത്തൊരു സംസ്ഥാനത്തെ പറ്റിയാണ് ഇത്തരത്തിൽ പച്ചയായ വർഗീയത പടച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും മറ്റു സിനിമകൾ, എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമ, ഹാൽ സിനിമയൊക്കെ ഈയിടയ്ക്ക് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ബീഫ് എന്ന് പറയുന്ന വാക്കുപോലും ഒരു സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുമൊക്കെയും പേടിക്കുന്ന നിലയിലേക്ക് സംഘപരിവാർ മാറുന്നു. ഒരു സിനിമയ്ക്ക് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് നിരന്തരമായി കടന്നു കയറുമ്പോൾ ഇത്തരത്തിൽ വർഗീയത കലർത്തുന്ന അല്ലെങ്കിൽ വർഗീയപരമായി സാമുദായികപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ പ്രധാന ഘടകം തന്നെയാണ് സ്വാതി, മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.